സംഗീത സ്ട്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് കാവടി തുള്ളി പോണത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. 3 പേരെയും കാണിക്കണം ഡോക്ടറെ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. രാവിലെ ഭക്ഷണമൊന്നും ഞാൻ രാവിലെ വീട്ടിലൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. മസാല ദോശയും കാപ്പിയും ഒക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ദേവാനന്ദിൻ്റെ ചുമ മാറിയിട്ടില്ല, അമ്പാടിയുടെ ചുമ മാറിയിട്ടില്ല, എൻ്റെ മാറിയിട്ടില്ല. അപ്പോൾ ഒക്കെ വിവരം പറഞ്ഞിട്ട് തിരിച്ച് പോരാം എന്നുള്ളൊരു നിലയിലാണ് ഇപ്പോൾ നമ്മൾ പോണത്. അപ്പോൾ ഇവരുടെ 15, 13 ടോക്കൺ നമ്പർ, എൻ്റെ 4. അപ്പോൾ ഞാനാണ് ആദ്യം കാണാൻ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കാണാൻ പോയപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞു. കാരണം ഇത് കപ്പൊന്നും പോയിട്ടില്ല, നല്ല പോലെ വീസിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അഡ്മിറ്റ് ആക്കാം എന്നുള്ളതിൽ നിന്നു. ഉണ്ണിയോൾക്ക് അത് അമ്പാടിക്ക് ആൻറ്റിബയോട്ടിക് ഉണ്ടായിരുന്നു. ദേവാനന്ദിന് ചുമ മാറാത്ത കാരണം ബ്ലഡ് ടെസ്റ്റും അതുപോലെ തന്നെ എക്സ്റേ ഒക്കെ എടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അഡ്മിറ്റായി 3 ദിവസത്തെ ഇഞ്ചക്ഷനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 5 ദിവസം ആക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഫസ്റ്റത്തെ ഇഞ്ചക്ഷൻ ചെയ്തപ്പോൾ തന്നെ ഇത്തിരി ഒരു മാറ്റം തോന്നി എനിക്ക്. പിന്നെ കഫം അങ്ങനെ തുപ്പി പോകണില്ല, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ച തിരിഞ്ഞപ്പോൾ ഞാൻ അമ്പാടിനെ ഒന്ന് പതുക്കെ അങ്ങനെ ഉറക്കി. അതുപോലെ തന്നെ ദേവാനന്ദ ഇപ്പോൾ വിഷമിച്ച് കിടക്കുന്നത് അവൻ്റെ അച്ഛൻ വീട്ടിലേക്ക് പോയ കാരണമാണ്. വൈകുന്നേരമായപ്പോൾ ആൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ആ വിഷമത്തിലാണ് ആൾ കിടക്കുന്നത്. ചുമയുണ്ട്, നല്ല ചുമയുണ്ട്. അമ്പാടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അവൻ ഉറങ്ങന്നെയാണ്, നേരം വൈകിട്ടാണ് ഉറങ്ങിയത്. വൈകുന്നേരം ഇപ്പോൾ നമ്മുടെ റൂമിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പോയിൻ്റ് ഇങ്ങനെ മലയും ഇതൊക്കെ ഒന്ന് കാണാം, മഞ്ഞൊക്കെ ഉള്ള ഒരു ഇത് കാണാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഇപ്പോൾ അമ്മ വിളിച്ചു. എൻ്റെ അച്ഛൻ അവിടെ ഹോസ്പിറ്റലിലാണ് കേട്ടോ, തൃശ്ശൂർ മദർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡാണ്. അപ്പം അച്ഛനും വയ്യ. പിന്നെ ഞാൻ പോവാന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോഴാണ് ഇവിടെ അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞത്. അപ്പോൾ പോക്ക് നടന്നില്ല. അപ്പോൾ വീഡിയോ കോളുള്ള കാരണം ഇങ്ങനെ കണ്ട് സംസാരിക്കാം. അപ്പം അമ്മയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. അകലെയാണല്ലോ അമ്മ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫോണിൽ കൂടെ കാണുമ്പോഴാണ് ഒരു ആശ്വാസം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് ബ്ലഡ് നമ്മൾ ക്യാനിൽ കുത്തിയിട്ട് എടുക്കുമല്ലോ, അങ്ങനെ എടുത്തിട്ട് എനിക്ക് ബ്ലഡ് കിട്ടിയില്ല എന്നൊക്കെ പറയാണ്. 2-3 കുത്തൊക്കെ കുത്തി ബ്ലഡ് കിട്ടാണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ചാൽ എന്താ അങ്ങനെ. അപ്പോൾ എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് അങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനത്തെ വിശേഷങ്ങൾ. പിന്നെ ഉണ്ണിക്കുട്ടനെ ഡോക്ടറെ കാണിച്ച വിശേഷങ്ങൾ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മയായിട്ട് സംസാരിച്ചു കുറച്ച് നേരം കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്പാടി എഴുന്നേറ്റിട്ട് അങ്ങനെ അവന് ഈ വീട് ഇഷ്ടമായില്ല, ഇപ്പോൾ നമ്മൾ എടുത്ത റൂം ഇഷ്ടമായില്ല, നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അമ്പാടി. ഉറക്കത്തിൻ്റെ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്, വിഷമമുണ്ട്. അപ്പോൾ ആളങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എക്സ്റേ എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് പോയത്. എക്സ്റേ എടുത്തിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വിശന്നിട്ട് വയ്യ. അപ്പോൾ ഞാൻ തിന്നും എന്നുള്ളൊരു ഇതിൽ, ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ഇതിൽ ചോറൊക്കെ എടുക്കുകയാണ്. ഞാൻ രാവിലെ ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ. തിരിച്ച് വരുമ്പോൾ നമുക്ക് കറി മാത്രമല്ല ഉണ്ടാക്കണ്ടോ എന്നുള്ള രീതിയിൽ ചോറ്. പക്ഷെ നമ്മളിവിടെ അഡ്മിറ്റ് ആയ കാരണം പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടൻ്റെ അടുത്ത് ആ ചോറ് എടുത്തിട്ട് കൊണ്ട് പോകുന്നു പറഞ്ഞിട്ട്, കറി നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് കുട്ടൻ്റെ വരുമ്പോൾ ചോറും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ട് പോകും കേട്ടോ. അപ്പോൾ മീൻ കറിയാണ് മേടിച്ചത്, അയിലക്കറി. എനിക്ക് കറി വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ വറുത്തത് കഴിച്ചാൽ മതി എന്നാണ്. പക്ഷെ അപ്പോഴേക്കും അവർ കറി എടുത്തു പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ മേടിക്കാൻ നിന്നില്ല. നല്ല മുളക് ചാറായിരുന്നു. പക്ഷേ എന്താ പറയുക, ആവേശത്തിൽ ആദ്യം 2-3 ഉരുള കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കഴിക്കാൻ പറ്റാണ്ടായി. പെട്ടെന്ന് എനിക്ക് ഗ്യാസ് കയറി. ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചതാണ്, പക്ഷേ പെട്ടെന്ന് എനിക്ക് ഗ്യാസൊക്കെ കയറിയിട്ട് വയറാകെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നിട്ടോ. അപ്പോൾ ചോറുണ്ണല് ഞാൻ മതിയാക്കി. ആ ചോറ് കഴിക്കണതിൻ്റെ ഇടയിൽ അവിടെ കുട്ടാട്ടൻ അപ്പുറത്തെ ബെഡിലിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ കുട്ടാൻ്റെ അടുത്ത് ദേവാനന്ദിൻ്റെ ഡോക്ടറോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. നല്ല ചുമയുണ്ട്, അപ്പോൾ അത് പറയണം കുട്ടാട്ട. വൈകുന്നേരമൊക്കെ നല്ല ചുമയായിരുന്നു, കുട്ടാട്ട വരണ വരെ എന്നൊക്കെ അതൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നത്. അതിൻ്റെ ഇടയിൽ സിസ്റ്റർമാർ വന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് അവർ ഇഞ്ചക്ഷൻ ചെയ്തത്. ആൻറ്റിബയോട്ടിക്കും വേറൊരു ഇഞ്ചക്ഷനും ചെയ്തത്. അപ്പോൾ അപ്പോഴാണ് എനിക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടായത് കേട്ടോ. ഭക്ഷണം കഴിച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ഇഞ്ചക്ഷൻ ചെയ്യാൻ വെച്ചാൽ കുഴപ്പമില്ല. ആ ടൈമിൽ തന്നെ ചെയ്ത കാരണം തോന്നുന്നുണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാനും പറ്റിയില്ല, ആകെ ഒരു ബുദ്ധിമുട്ടായി. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ അമ്പാടിക്ക് കൊടുക്കണമെങ്കിൽ. അമ്പാടിക്ക് ഞാൻ കൊടുക്കും, ദേവാനന്ദിന് പിന്നെ അച്ഛൻ കൊടുത്തോളും. അവർ 2 പേരും അങ്ങനെ കഴിക്കുമ്പോൾ അങ്ങനെ കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് അമ്പാടിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് നെബു ചെയ്യാനായിട്ട് അവർ വന്നു കേട്ടോ. അപ്പോൾ കിടക്കണ നേരത്താണ് കേട്ടോ ചെയ്തത്. അപ്പോൾ
ഇതൊക്കെ ഉണ്ണിക്കുട്ടനാട്ടോ എനിക്കെടുത്ത് തരുന്നത് ഞാൻ പോയി ചെയ്യണതൊക്കെ. അപ്പോൾ ഇങ്ങനെ മാസ്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, അമ്പാടി ചോദിക്കുന്നുണ്ട് എന്തുട്ടാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ബാബുവിനുള്ള മരുന്നാന്നൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് എനിക്കൊരു വിറയിൽ വരും കൈക്ക്. അത് ആ മരുന്നിൻ്റെ ആണോ എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനും ചോറുണ്ടാണ്. അപ്പം അമ്പാടി ഓൾറെഡി കഴിച്ചതാണ്, എന്നാലും അവൻ ചോറ് കഴിക്കണാണ്ട്. അപ്പം മീനൊക്കെ കണ്ടപ്പോൾ അവിടെ കയറി ഇരിക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനും 2-3 ഉരുള കൊടുത്തു. അമ്പാടിയും വല്ലാണ്ട് ഭക്ഷണം കഴിക്കണില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയ്യായി ഉള്ള കാരണം ഭക്ഷണം കഴിക്കലൊക്കെ കുറവാണ്. പിന്നെ എനിക്ക് അങ്ങനെ ഭാര്യ ഇങ്ങനെ വല്ലാണ്ട് കൊടുക്കാനും പറ്റണില്ല. അപ്പോൾ 2 പേരും കൂടിയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ എന്നെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.